നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. തുവൂരിൽ ഫർണിച്ചർ ഷെഡിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. RS റോഡിൽ ചീരമ്പത്തൂർ വാസുവിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിനാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തുവൂരിൽ ഫർണിച്ചർ ഷെഡിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. RS റോഡിൽ ചീരമ്പത്തൂർ വാസുവിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിനാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഷെഡിന് തീപിടിച്ചത് കണ്ട സമീപവാസികളാണ് വാസുവിനെ വിവരമറിയിച്ചത്. പിന്നീട് തിരുവാലിയിലെ അഗ്നിരക്ഷാസേന, കരുവാരകുണ്ട് പോലീസ്, നാട്ടുകാർ എന്നിവർ ചേർന്ന് തീയണച്ചു. ഷെഡിൽ ഉണ്ടായിരുന്ന മരങ്ങൾ, നിർമ്മാണം പൂർത്തിയാക്കിയ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ, മെഷീനറികൾ തുടങ്ങിയവയെല്ലാം അഗ്നിക്കിരയായി. മേൽക്കൂരയുടെ ഒരു ഭാഗവും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വാസു പറഞ്ഞു. രാത്രി 1:30 മണിക്ക് ഫോൺ വന്ന് അപ്പോഴാണ് അറിയണം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആള് കത്താണ്. ആൾക്കാരൊക്കെ വന്ന് പിന്നെ തീയൊക്കെ എടുത്തുണ്ട്, വെള്ളം അവിടുന്ന് ഇവിടുന്ന് കൊടുന്നാണ്ട് എടുത്തുണ്ട്. പിന്നെ പോലീസ് വന്ന് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നിട്ടാണ് തീ അണക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്ക് രാത്രി ഒരു 3:30 മണിയായിരുന്നു. എന്തൊക്കെ കത്തി നശിച്ചത്? കത്തി നശിച്ചത് ഫർണിച്ചർ ഉണ്ടാക്കി വെച്ച കുറെ ഫർണിച്ചറുകൾ കത്തി, ഉണ്ടാക്കാനുള്ള കുറെ മരങ്ങൾ കത്തി, പിന്നെ ടൂൾസ്, മെഷീനറികൾ, പിന്നെ ഷെഡും കത്തി. ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിലുണ്ടാവും. സംഭവത്തെ തുടർന്ന് KSEB ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. ഇതേ തുടർന്ന് വാസു കരുവാരകുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇവിടെ ഫർണിച്ചർ സാധനങ്ങൾ, അതുപോലെ മരങ്ങൾ, ഏകദേശം ഒരു 3 ലക്ഷത്തിന്റെ മുകളിൽ നഷ്ടം ഉണ്ടാവുന്ന കണക്കാക്കാൻ ആർക്കും വന്നിട്ട് അത്രത്തോളം വലിയ ഒരു നാശനഷ്ടമാണ് ഈ പാവങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ജീവിത മാർഗമാണ് ഈ സെറ്റ്. അതാണ് ഇപ്പൊ സത്യത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിനെന്തെങ്കിലും ഏത് തരത്തിലുള്ളതിന് കാരണം വ്യക്തമല്ല. ഏതായാലും വൈദ്യുതി വകുപ്പിന്റെ ഓഫീസർ ഇപ്പോൾ വന്നപ്പോൾ സബ് എഞ്ചിനീയർ വന്നിട്ട് ഇത് ഞാൻ വിചാരിച്ചിരുന്ന വൈദ്യുതി സോർട്ടാന്നാണ് വിചാരിച്ച പ്രശ്നം തന്നെ. പക്ഷെ അവർ പറഞ്ഞത് വൈദ്യുതി സോർട്ടല്ല എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ഉറവിടം എന്താണ് വ്യക്തമല്ലാത്തത് കൊണ്ട് ഇവർ കരുവാരകുണ്ട് പോലീസിൽ പരാതിപ്പെടുകയും അടുത്ത CCTV പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തുവൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.